നമസ്കാരം. ഞാൻ ഡോക്ടർ എൻ വിഷ്ണു നമ്പൂതിരി, കണ്ടിയൂർ നീലമന ഇല്ലം, ആറ്റുകാൽ ചെട്ടുളങ്ങര മുൻ മേൽശാന്തി. ബ്രഹ്മ ന്യൂസിൻ്റെ മാസഫലം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മെയ് മാസം 15 മുതൽ ജൂൺ 14 വരെയുള്ള ഇടവമാസക്കാലത്തെ മാസഫലമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ മാസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായിട്ട് ഒരേ രാശിയിൽ, ഇടവൻ രാശിയിൽ തന്നെ നിന്നിരുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് പ്രവേശിച്ച കാലമാണ്. മാത്രമല്ല, ഈ മാസം തന്നെ രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറിയ കാലം കൂടിയാണ്. മാത്രമല്ല, കഴിഞ്ഞ മാസമാണ്, കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനൻ രാശിയിലേക്ക് മാറിയത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ നാളുകാർക്കും, മൊത്തത്തിൽ ഭാരതത്തിന് തന്നെയും അല്ലെങ്കിൽ ലോകത്ത് രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാം തന്നെയും ജീവിതത്തിൽ പലവിധങ്ങളായ ചേഞ്ചുകൾ, മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമീപകാലം എന്ന് പറയുന്നത്. ഈ ഇടവമാസത്തിലെ, അതായത് മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള ഇടവമാസക്കാലത്തെ മേടൻ രാശിക്കാരുടെ ചാരഫലമാണ് നമ്മളിവിടെ ആദ്യം ചർച്ച ചെയ്യുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ മാസം ആദിത്യൻ 2-ൽ സഞ്ചരിക്കുന്ന സമയമാകയാൽ ഓർക്കാപ്പുറത്ത് ധനനഷ്ടം ഉണ്ടാകുക, ആരെങ്കിലും ധനസംബന്ധമായിട്ട് നമ്മളെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ സർക്കാർ സംബന്ധമായിട്ടൊക്കെ ധനം ചെലവ് വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, അഷ്ടമത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ കാര്യവിഘ്നങ്ങളിൽ കൂടി ധനം നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നേത്ര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഉടൻ തന്നെ വേണ്ട പരിശോധനകളും മറ്റു കാര്യങ്ങളും നടത്തേണ്ടതാണ്. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ വഴി അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും, അല്ലെ അതിനൊക്കെയുള്ള അവരുടെ അറിവാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് പക്ഷേ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് ചില കുഴപ്പത്തിലൊക്കെ പെടാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. രക്തസംബന്ധമായ രക്തവർദ്ധനയ്ക്കുള്ള ഫലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാനൊക്കെ ശ്രദ്ധിക്കണം. കാരണം രക്തസംബന്ധമായ ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫുഡ് വളരെയധികം ശ്രദ്ധിച്ച് കഴിക്കേണ്ടതാണ്. ഉദരരോഗം വരാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ ധനം ലഭിക്കുന്നതുമാണ്. എന്നാൽ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നതിനാൽ നമ്മുടെ സ്ഥാനം ഒക്കെ ഒന്ന് സുഖകരമായ സ്ഥാനത്ത്, അല്ലെങ്കിൽ വീടിനടുത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നല്ല സ്ഥാനപ്രാപ്തി ഉണ്ടായിരുന്നവർക്കൊക്കെ സ്ഥാനത്തിന് ചില ചലനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില കാര്യ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജനങ്ങളുമായി ചില മത്സരപരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് മനസ്താപം ഉണ്ടാകാനും സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ സുഖഭക്ഷണം, ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല അനുഭവങ്ങൾ, വസ്ത്രലാഭങ്ങൾ, ഇതെല്ലാം ലഭിക്കുന്നതാണ്. എന്നാൽ 7 ശനി കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് ധനനഷ്ടവും
കാല് തട്ടുക, അല്ലെങ്കിൽ അങ്ങനെ കാലിന് ചില പ്രശ്നങ്ങൾ, വാതസംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ പരിഹാരമായി വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ ചെയ്യുക, നാരായണ നാമം ജപിക്കുക, അതൊക്കെ വളരെ വിശേഷമാണ്. അതുപോലെ സുബ്രഹ്മണ്യ ഭജനം, ഭദ്രകാളിക്ക് ശത്രുദോഷത്തിൽ നിന്ന് മാറാൻ ശത്രുസംഹാര പുഷ്പാഞ്ജലികൾ, നെയ്വിളക്ക്, ഇതൊക്കെ വിഷ്ണുവിന് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഇതൊക്കെ വളരെ നല്ലതാണ്. ഗണപതി ഹോമം, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ശനിദോഷ നിവാരണത്തിന് വേണ്ടി ചന്ദനമുട്ടി ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഭൂമിദാനം എന്ന് പറയാം. അതിന് പകരമായിട്ട് ചന്ദനമുട്ടി ക്ഷേത്രത്തിലേക്ക് പൂജാരിക്ക് ദാനമായിട്ട് കൊടുക്കുക, ഇതൊക്കെ വളരെ വിശേഷമാണ്. ശാസ്താവിന് അല്ലെങ്കിൽ ശനീശ്വരന് ശംഖുപുഷ്പം കൊണ്ട്, നീലശംഖുപുഷ്പം കൊണ്ടൊക്കെയുള്ള അർച്ചനകൾ നടത്തുക, നീലപ്പട്ട് സമർപ്പിക്കുക, ഇതൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. അടുത്തതായിട്ട് കാർത്തികക്കാല്, രോഹിണി, മകയിര പകുതി നക്ഷത്ര സമയങ്ങളിൽ ജനിച്ചവരുടെ ഇടവൻ രാശിക്കാരുടെ കൂറുഫലമാണ് നമ്മളിവിടെ പറയുന്നത്. ഇവർക്ക് ആദിത്യൻ ജന്മത്തിൽ സഞ്ചരിക്കുകയും രാഹുകേതുക്കൾ 11 നിന്ന് 10 സഞ്ചരിക്കുകയും, കേതു 4 സഞ്ചരിക്കുന്നു, ചൊവ്വ 3 സഞ്ചരിക്കുന്നു, വ്യാഴൻ 2 സഞ്ചരിക്കുന്നു, ശനി 11 സഞ്ചരിക്കുന്നു. ഈ നക്ഷത്രക്കാർ ഏറ്റവും ഭാഗ്യം അനുഭവിക്കുന്ന സമയമാണ് എന്നാണ് പറയുന്നത്. ലോട്ടറി വരെ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പലരും പറയാറുണ്ട്. അതിന് വേറെ ചില ലോട്ടറി അടിക്കും എന്നല്ല, ഭാഗ്യങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ ധനപരമായ ലാഭങ്ങളുണ്ടാകുന്നു, ആസ്തി വർദ്ധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന സമയമാണിത്. വാക്കുകൾ നല്ല രീതിയിൽ പറയാൻ നമുക്ക് തോന്നുന്നു. നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം എന്ന് പറയുന്ന പോലെ അതിനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നു. എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ പലതും മറന്നു പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഇച്ചിരി ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനും ദുർബുദ്ധിപരമായിട്ട് പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നുന്ന സമയം കൂടിയാണ്. ഇടവക്കൂറുകാർക്ക് ചൊവ്വ 3 സഞ്ചരിക്കുന്നതിനാൽ കാര്യസിദ്ധി ഉണ്ടാകും, പെട്ടെന്ന് അഭിമാനകരമായ നേട്ടങ്ങളുണ്ടാകുക, ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിക്കുക, മത്സരങ്ങളിൽ ജയിക്കുക, ധനലാഭം ഉണ്ടാകുക, ഇതൊക്കെയാണ് ഈ മാസത്തെ ഒരു സാഹചര്യം. വ്യാഴൻ 2 സഞ്ചരിക്കുന്നതിനാൽ ധനപരമായ ആസ്തിപരമായ തീരുമാനങ്ങളെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ജന്മത്തിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ ശാരീരികമായ ആയാസം, അലച്ചിൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല സാധനങ്ങൾ കേടുപാട് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് യാത്ര ചെയ്യാനും ശാരീരികമായ ക്ഷമത കുറയാനും രോഗദുരിതങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. ജീവിത പങ്കാളിയുമായിട്ടും ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ദേഷ്യം കൊണ്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനാണ് 11 ശുക്രൻ്റെ ഫലം ഉള്ളത്. ഭോജന സുഖം ഉണ്ടാകുന്നു, ബന്ധുഗുണം ഉണ്ടാകുന്നു, ധന സമൃദ്ധി ഉണ്ടാകുന്നു, ഇതിനൊക്കെ സാഹചര്യമുള്ള സമയമാണ്. എന്നാൽ തൊഴിൽ രംഗത്ത് സ്ത്രീകളിൽ നിന്ന് ഉള്ള
ശല്യങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം, ഉണ്ടാകാതെയും. അതുപോലെ ഹൃദയ സംബന്ധമായ ഒരുപാട് ടെൻഷൻ മുഖാന്തരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ കർമ്മങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ചില പേരുദൂഷം വരാതെയൊക്കെ സാധ്യത നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതിനുള്ള ശ്രദ്ധിച്ച് വേണം ആ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ. അതിൽ രാഹുവിൻ്റെ ഒരു വിഷയമുണ്ട്. അതുപോലെ തന്നെ കേതു 4-ൽ സഞ്ചരിക്കുന്നതിനാൽ ഈ സുഹൃത്തുക്കളിൽ നല്ല ആൾക്കാരെ ആവാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരെ വളരെ ശ്രദ്ധിച്ച് മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒരു സന്ദർഭമാണിത്. രക്തസംബന്ധമായ ഉദര സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും പൊതുവെ സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ, കീർത്തിയും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ഇതിൻ്റെ ദോഷഫലങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചാമുണ്ഡി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ ഉഗ്രതമായ ദേവതകൾക്ക് നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഭാഗ്യസൂക്ത അർച്ചനകൾ കഴിക്കുക, ഐകമത്യ സൂക്ത അർച്ചനകൾ കഴിക്കുക. ഇതൊക്കെ വളരെയധികം നല്ലതാണ്. ഇനി അടുത്തതായി മിഥുനക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. മിഥുനക്കൂറുകാരുടെ എന്ന് പറയുന്നത് മകയിരം അവസാന പകുതി ഭാഗവും, തിരുവാതിര പൂർണ്ണതൃപ്തി മുക്കാൽ ഭാഗം അടങ്ങി ഈ സമയങ്ങളിൽ ജനിച്ച മിഥുനക്കൂറുകാരുടെ ഫലങ്ങൾ. ഇവർക്ക് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നു, ആദിത്യൻ 12-ൽ സഞ്ചരിക്കുന്നു, ചൊവ്വ 2-ൽ സഞ്ചരിക്കുന്നു, 10-ലും 11-ലുമായിട്ടാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്, ശനി 10-ൽ സഞ്ചരിക്കുന്നു, അത് രാഹു 9-ൽ സഞ്ചരിക്കുന്നു, കേതു 4-ൽ സഞ്ചരിക്കുന്നു. 4-ാം തീയതി മുതൽ കേതു 3-ലാണ് സഞ്ചരിക്കുന്നത്. മിഥുനക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയാം. ആദിത്യൻ 12-ൽ നിൽക്കുന്നതിനാൽ സ്ഥാനം ഒക്കെ മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. സ്ഥാന മാറ്റങ്ങൾ അനുകൂലമല്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കൈകാലുകൾക്കൊക്കെ അംഗഭംഗം, അല്ലെങ്കിൽ മുട്ടുക, തട്ടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ, അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചെറിയ സാധ്യതകളുണ്ട്. വീഴ്ച ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. പിന്നെ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ രോഗവിഷയങ്ങളും മനോവ്യഥയും രോഗവിഷയമായിട്ട് രോഗത്തെക്കുറിച്ച് ആകുലത ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് രോഗത്തെ പോസിറ്റീവായിട്ട് ഇതൊക്കെ മാറും എന്നുള്ള ചിന്തകൾ, ഒരു കുന്നിനൊരു കുഴിയുണ്ട്, അല്ലെങ്കിൽ ഈ മാസവും കടന്നു പോകും എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും കൂടുതലായിട്ട് ഈശ്വരഭജനം ചെയ്യുകയും ചെയ്താൽ ഇതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ്. ഭഗവത്ഗീത വായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ മനസ്സിനെ വ്യാപരിക്കുമെങ്കിൽ ഈ സമയം നന്നായിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും. ധനപരമായ കാര്യങ്ങളിൽ ആസ്തി സംബന്ധമായ വിഷയങ്ങൾ ധനം വിനിയോഗിക്കാനുള്ള ശ്രദ്ധ കുറയും. അല്ലെങ്കിൽ ആസ്തിയുള്ള സാധനങ്ങൾ വിറ്റ് ചിലവ് കൊടുത്ത് കടം തീർത്തേക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. അഭിമാനത്തിന് ക്ഷതം വന്നോ എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അഥവാ ഉദ്ദേശിച്ച കാര്യങ്ങൾ തടസ്സമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തന്നെ
ധനം ഉണ്ടാകുകയും ചെയ്യും. കാര്യങ്ങൾ താമസിച്ചിട്ടായാലും കിട്ടുകയും ഈ സ്ഥാനം മാറ്റം ഉണ്ടായതിന് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധിയും ഉണ്ടാകും ഈ ശുക്രൻ്റെ സ്ഥിതിയൊക്കെ കൊണ്ട്. അപ്പോൾ ആ ശുക്രൻ്റെ സ്ഥിതിയെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഗണപതി ഹോമം, ഗണപതി ഭജനം, ഗണപതിക്ക് തേങ്ങ അടിക്കുക, ഗണപതിക്ക് കരകമാല കൊടുക്കുക, അല്ലെങ്കിൽ പായസം നിവേദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് പോസിറ്റീവായിട്ട് വരുന്നതാണ്. അതുപോലെ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമ പാരായണം, ഇതൊക്കെ ഈ വ്യാഴത്തിൻ്റെ മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളെ കവർ ചെയ്യാൻ ഈ ശുക്രൻ്റെ വിഷയം കൊണ്ട് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. എഗ്രിമെൻറ്റുകളിലൊക്കെ ഒപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കൾക്കൊക്കെ ഉപകാരം ചെയ്യുകയും എന്നാൽ അവരിൽ നിന്ന് വേണ്ടത്ര അതിനുള്ള ഒരു കൃതജ്ഞതയൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ. എല്ലാ കാര്യങ്ങളെയും കുറച്ച് ലഘുവായിട്ട് കാണാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കാൻ ഈ സമയം പ്രയോജനപ്പെടുത്തണം. ഇനി അടുത്തതായിട്ട് പുണർത്തിൽ കാൽഭാഗം പൂയം ആയില്യം കൂടെ ചേർന്ന കർക്കിടക കൂറുകാരുടെ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. കർക്കിടക കൂറുകാർക്ക് ഈ വർഷം പൊതുവെ വ്യാഴം 12-ലാണ്, രാഹു അഷ്ടമത്തിലേക്ക് വരുന്നു, കേതു 2-ലേക്ക് വന്നിരിക്കുന്നു, ശനി 9-ൽ നിൽക്കുന്നു, ആദിത്യൻ 11-ലാണ്, ചൊവ്വ ലഗ്നത്തിലാണ്, അവസാനം ചൊവ്വ 2-ലേക്ക് വരുന്നു, ബുധൻ 10-ലും 11-ലും 12-ലും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്നു, ശുക്രൻ 9-ലും 10-ലുമായിട്ട് സഞ്ചരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തൊഴിൽപരമായി പുതിയ സ്ഥാനപ്രാപ്തി, ഉദ്യോഗ പ്രമോഷൻ, രോഗത്തിനൊക്കെ ഒരു ശാന്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ നമഃശിവായ ജപം അല്ലെങ്കിൽ സൂര്യ ആരാധന ഒക്കെ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഗായത്രി മന്ത്ര ഉപാസന ഉള്ളവർക്ക്, ദീക്ഷ ലഭിച്ചിട്ടുള്ളവർക്ക് അത് ചെയ്യാം. അല്ലാത്തവർ ആദിത്യനെ പ്രാർത്ഥിക്കുക, നമഃശിവായ ജപിക്കുക, അതൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും ദോഷങ്ങളെ ഈ ആദിത്യന് മാറ്റാനുള്ള കഴിവുള്ളതാണല്ലോ. വ്യാഴം 12-ൽ നിൽക്കുന്നതിനാൽ നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഞാൻ വലിയ ധർമ്മ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പൊക്കിക്കഴിയുമ്പോൾ നമ്മൾ ആ പൊങ്ങലിൽ വീണിട്ട് ധനം ചിലവാക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് ചെയ്യാൻ, അത് ഈ അവസരം ചിലവുണ്ടെന്തായാലും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാകാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ അതുകൊണ്ട് പിന്നീടത് പ്രയോജനപ്രദമായി വരും എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്നാലും ദൂരസഞ്ചാരം നമ്മൾ ഈ ചിലവ് ചെയ്യുന്നതൊക്കെ നമുക്ക് നഷ്ടമായിട്ട് തോന്നാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ നമ്മളതിനെന്താ ചെയ്യേണ്ടത്? നമ്മളതിനെ പോസിറ്റീവായിട്ട് ഈ ധനനഷ്ടം വേറൊരു പ്രയോജനത്തിനാകും ഭാവിയിൽ എന്നുള്ള രീതിയിൽ വേണം ആ ധനനഷ്ടത്തെ നമ്മൾ, എന്തായാലും ഈ ധനനഷ്ടത്തെ ഈ കൊല്ലത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ തോന്നാൻ, അങ്ങനെ വിനിയോഗിക്കാൻ നമുക്ക് വിഷ്ണു ഭജനം കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ഈ വർഷം മുഴുവൻ നടത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ ചൊവ്വയുടെ 2-ലെ സ്ഥിതി
കാര്യങ്ങളിൽ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സമുണ്ടാക്കും. അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ചില നമ്മുടെ അഭിമാനത്തെ ഒരു തൊഴിലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ കുറേ ഈഗോ ഒക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതിനെ അങ്ങനെ കണ്ടാൽ മതി ചില സാഹചര്യത്തിൽ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഭദ്രകാളിക്ക് ക്ഷേത്രത്തിലും മുരുകൻ്റെ ക്ഷേത്രത്തിലും വഴിപാട് ചെയ്യുക. മുരുകന് ഭസ്മാഭിഷേകം നടത്തുക, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക. ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്ന സമയമായതിനാൽ ലോട്ടറി എടുക്കുന്നതെന്ന് പ്രോത്സാഹിപ്പിക്കുകയല്ല, ഭാഗ്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ ലോട്ടറി എടുക്കുന്നവർ ഈ വ്യാഴം 9ാം ഭാവാധിപനായ വ്യാഴം 12 നിൽക്കുന്നതുകൊണ്ട് ധനം പോകാനും സാധ്യതയുണ്ട്. പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലാണത്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ ശുക്രൻ്റെ ഗുണത്തെ വ്യാഴത്തിൻ്റെ ദോഷത്തെയും ഒഴിവാക്കുകയും ശുക്രൻ്റെ ഗുണത്തെ കിട്ടുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഗണപതിക്ക് വഴിപാടുകൾ വെച്ചിട്ട് ഗണപതിയെ പ്രാർത്ഥിക്കുകയും ശുക്രൻ്റെ ഗുണമുണ്ടാക്കുകയും അതുപോലെ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലികൾ നടത്തുകയും വ്യാഴത്തിൻ്റെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ചെയ്യുകയും ചെയ്യുക. പിന്നെ ലോട്ടറി എടുക്കുന്നവർ കൂടുതലും ഈ ഭരണി അതായത് ഇടവ കൂറുകാർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്. അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കർക്കിടക കൂറുകാർ അവരുടെ ലാഭങ്ങൾ ഷെയർ മാർക്കറ്റിലൊക്കെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയും നമ്മളിലേക്ക് മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ധനം നമ്മളിലേക്ക് വീഴുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ലോട്ടറി എടുത്തിട്ടുള്ളവരാണ് ഇത് അടിക്കാൻ വേണ്ടിയിട്ട് അതേ 10 മിനിറ്റ് നേരം കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്ന് ഇതെനിക്ക് ലഭിക്കുന്നു എന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഫലിഫലം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 12-ൽ വ്യാഴം നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇത് നഷ്ടം എന്നല്ല വിചാരിക്കേണ്ടത്. അത് ഭാവിയിലൊരു ഗുണം കിട്ടുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരിക. അടുത്തതായിട്ട് നമ്മൾ ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ആണ് ഏറ്റവും ഇക്കൊല്ലം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വ്യാഴം 11-ൽ നിൽക്കുന്ന സമയമാണ്. ധനം ഉണ്ടാക്കാനും സേവ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സമയം തന്നെയാണ്. എന്നാൽ ശനി ഇവിടെ അഷ്ടമത്തിലുണ്ട്. ആദിത്യൻ ഈ മാസം കർമ്മസ്ഥാനത്താണ്. ചൊവ്വ 12-ലാണ്, പിന്നീട് ജന്മത്തിലേക്ക് വരുന്നു. കേതു ജന്മത്തിലുണ്ട്. രാഹു 7-ലാണ്. ബുധൻ 9, 10, 11-ലൊക്കെ ആയിട്ട് നിൽക്കുന്ന മാസമാണ്. ഈ സമയത്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാൻ ഉള്ള സാധ്യതയുള്ള സമയമാണ്. ധനലാഭവും സ്ഥാനഗുണവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ഇവർക്കും ലോട്ടറിയൊക്കെ എടുക്കാവുന്നതാണ്. ലോട്ടറി എടുത്തൊന്നും പറഞ്ഞ് ലഭിക്കണമെന്നില്ല, പക്ഷേ അതിനെ നോക്കി അഫർമേഷൻ നടത്തണം. നമ്മൾ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് മഹാലക്ഷ്മി കനകധാരാസ്തവം തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ജപിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ലോട്ടറിയെ നോക്കി എനിക്ക് ഇത് ലഭിക്കുന്നു എന്ന്, ഈ പ്രാവശ്യത്തെ ലോട്ടറി എനിക്ക് അടിച്ചിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പം 10 രൂപയെങ്കിലും അടിക്കാതിരിക്കത്തില്ല. അപ്പോൾ അതിനുള്ള സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ആദിത്യൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കർമ്മസിദ്ധി ഉണ്ടാകും. കർമ്മരംഗത്ത് പുതിയ പുതിയ നല്ല കർമ്മങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യവിജയം ഉണ്ടാകുക. ഇതൊക്കെ ചിങ്ങക്കൂറുകാരുടെ ഫലമാണ്. മകം പൂരം ഉത്രത്തിക്കാല് നക്ഷത്രത്തിൽ ജനിച്ചവരാണ്
ചിങ്ങക്കൂറുകാർ പൊതുവെ അമ്മയുടെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നു എന്ന് പലരും ഇങ്ങനെയുള്ളവരെ പറയാറുണ്ട്. എങ്കിൽ പോലും പൊതുവെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്നവരാണ് ചിങ്ങക്കൂറുകാർ. ഇവർ ഈ കൊല്ലം പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരാണ്. ജീവിത പങ്കാളിയുമായിട്ടും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വികാരപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഗുണമുണ്ടാകും. ചില പ്രേമത്തിലൊക്കെ പെട്ടവർക്ക് അനുകൂലമായ സമയങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ പ്രേമകാര്യങ്ങളിലൊക്കെ ചില വിജയിക്കാൻ സാധ്യതയുണ്ട്. അതിനും മന്ത്രപരമായ മദനകാമേശി തുടങ്ങിയ ഒരുപാട് ഉപാസനാക്രമങ്ങളുണ്ട്. പ്രേമകാര്യങ്ങളിൽ നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് മയിൽപ്പീലിയുടെ ഫോട്ടോ വാട്സപ്പിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ തരുന്നതാണ്. മയിൽപ്പീലി ആകർഷണമുള്ളതാണ്. കൃഷ്ണനും മുരുകനും ഒക്കെ അതിൻ്റെ ആൾക്കാരാണല്ലോ. അങ്ങനെ ഒരുപാട് കാര്യസാധ്യത്തിനുള്ള ഒരുപാട്, ഇതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കണം. ഈ ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ശാസ്ത്രം കൊണ്ട് എന്തും നേടാം. ശാസ്ത്രങ്ങളെ കൊണ്ട് അതിനാണല്ലോ മന്ത്രശാസ്ത്രങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് നടത്താൻ സാധിക്കും. അത് പക്ഷേ അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം, അതിനുവേണ്ടി കുറച്ച് മെനക്കെടണം. പിന്നെ ഒരു പുരോഹിതനെ ഏൽപ്പിച്ചിട്ട് അത് മുഴുവനും അങ്ങനെയുടെ ജോലിയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പുരോഹിതൻ ചെയ്യേണ്ട ജോലി പുരോഹിതൻ ചെയ്യണം. 100% വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ, അതായത് സാധകനും സാധ്യനും ഈ എല്ലാവരും ഒരേ ലെവലിൽ അവരുടെ വേവ് ലെങ്ത് ഒരുപോലെ ആയിരിക്കണം. ദേവതയും മൂർത്തിയും സാധകനും എല്ലാ യജമാനനും എല്ലാവരും ഒരേ ലെവലിൽ, അത് ഒരേ മനസ്സോടുകൂടി പെരുമാറുമ്പോൾ മാത്രമേ ഒരു കർമ്മം ഫലത്തിലെത്തത്തുള്ളൂ. അപ്പോൾ അതിന് മന്ത്രേ തീർത്ഥേ ദ്വിജേ ദൈവേ ദൈവജ്ഞേ ഭേഷജേ ഗുരു യാദൃശി ഭാവന യസ്യ സിദ്ധിർഭവതി താദൃശി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇന്ന തീർത്ഥത്തിൽ മുങ്ങിയാൽ എനിക്ക് പുണ്യം കിട്ടും, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ കണ്ടാൽ, അല്ലെങ്കിൽ ഇന്ന പുരോഹിതനെ കൊണ്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ പോയാൽ, ഇന്ന മന്ത്രം ജപിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന ജ്യോത്സ്യനെ കണ്ടാൽ, ഇതൊക്കെ ഭാവന എപ്രകാരമാണോ അതിനനുസരിച്ചാണ് നമ്മളിലുണ്ടാകുന്ന വൈബ്രേഷൻസ് അതിനനുകൂലമാകുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നത്. അടുത്തത് നമ്മൾ ഉത്രത്തിക്കാല് അത്തം ചിത്തിരേരയും ചേർന്ന കന്നിക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ഇപ്രാവശ്യം കണ്ടകശനിയുള്ള സമയമാണ്. വ്യാഴം 10-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ മാസം ആദിത്യൻ 9-ലും ചൊവ്വ 11-ലും 12-ലുമായിട്ട് സഞ്ചരിക്കുന്നു. ബുധൻ 8, 9, 10 രാശി ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. രാഹു 6-ൽ സഞ്ചരിക്കുന്നു. കേതു 12-ൽ സഞ്ചരിക്കുന്നു. കന്നിക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ചില വ്യത്യാസങ്ങളും സ്ഥാനഭ്രംശങ്ങളൊക്കെ സ്ഥലം മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപ്രകാരം ചില അധിക ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഗുരുജനങ്ങളോടൊക്കെ ഒന്ന് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ അഭിപ്രായങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളുമായിട്ട് ചേരാതെ വരിക. ഭാഗ്യം ലഭിക്കും എന്ന് വിചാരിച്ചിട്ടത് കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ കൊല്ലം പൊതുവെ. എന്നാൽ ഈ വിഷയങ്ങളിൽ നമ്മൾ ഒരുപാട് മനസ്സ് വിഷമിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ പക്ഷേ നമ്മൾ അതിനെ മനസ്സ് വിഷമിക്കാതെ ഇത് വേറൊരു നല്ലതിനാണ് എന്നുള്ള ഒരു ഗ്രഹങ്ങൾ ഒരിടത്ത് തന്നെ നിൽക്കുന്നില്ലല്ലോ. അടുത്ത സമയം ഈ ഗ്രഹം പിന്നെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് പിന്നീട് ആ സമയം മാറുമ്പോൾ അത് നന്നാകും എന്നുള്ളൊരു ബോധ്യം നമുക്കിപ്പോൾ ഉണ്ടാകണം. ഇത് താൽക്കാലികം മാത്രമാണ്, അടുത്ത മാസം വളരെയധികം മാറ്റം ഉണ്ടാകുന്നതാണ് എന്നുള്ള ഓർമ്മയോടുകൂടി ഈ മാസം ഓവർകം ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഗൃഹസംബന്ധമായ ചില നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക, ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക, ധനം ഓർക്കാപ്പുറത്ത് ചില ധനങ്ങൾ കിട്ടാനുള്ള സാധ്യത, ഇതൊക്കെ തന്നെ നമുക്ക് ഈ മാസം അനുഭവിക്കുന്നതാണ്. രോഗപരമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ മാറ്റം ഉണ്ടാകും. ധനം കുറേ ലഭിക്കാനും സാധ്യതയുണ്ട്. ഔദ്യോഗികമായ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് താമസിക്കേണ്ടി വന്നേക്കാം. ചില മത്സരപരമായ കാര്യങ്ങൾ ഒരു തൊഴിൽ രംഗത്തായാലും മത്സരപരമായ രീതിയിൽ ഇടപെടേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ചില അലസതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ ഒട്ടും അലസതയായിട്ട് ഇരിക്കാൻ പാടില്ല. കാര്യതടസ്സങ്ങളെയൊക്കെ ഉണ്ടാകുന്ന കാര്യതടസ്സങ്ങളെ നമ്മൾ ശക്തമായിട്ട് ഓവർകം ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതാണ്. പിന്നെ നമ്മുടെ വഴിവിട്ട ബന്ധങ്ങളിലേക്കൊക്കെ പോകാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്ന ഒരു കൊല്ലം തന്നെയാണ്. അത് ഒരു മാനഹാനിയിലേക്കൊക്കെ പോകാതെ ഈ കണ്ടകശനി നമ്മളെ അങ്ങനെ കൊണ്ടുപോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ശാസ്താവിന് വഴിപാടുകളൊക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 6-ലെ രാഹുവിൻ്റെ ഗുണം കൊണ്ട് ശത്രുക്കളൊക്കെ വിജയിക്കാനും കാര്യവിജയം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനൊക്കെ സാധ്യതയുണ്ട്. അടുത്തത് ചിത്തിര പകുതി ഭാഗം, ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗവും ചേർന്ന തുലാക്കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത്. തുലാക്കൂറുകാർ പൊതുവെ ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ്. ഈശ്വരപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവരും സാധുക്കളെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമായ ഈ തുലാക്കൂറുകാർക്ക് കാര്യങ്ങളെ പോസിറ്റീവായിട്ടും കാണാനുള്ള കഴിവ് പൊതുവെ ടെൻഡൻസി ഉള്ളവരാണ്. ഇവർക്ക് ലോട്ടറി പോലുള്ള ഷെയർ മാർക്കറ്റ്, ലോട്ടറി തുടങ്ങിയ ഓർക്കാപ്പുറത്ത് ഒരുപാട് ധനം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. തുലാക്കൂറുകാർക്ക് ബിസിനസ് രംഗത്ത്, ഔദ്യോഗിക രംഗത്തും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കൊല്ലം തന്നെയാണ് ഈ കൊല്ലം. 6-ൽ ശനി സഞ്ചരിക്കുകയും 9-ൽ വ്യാഴം നിൽക്കുകയും ചെയ്യുന്ന ബിസിനസ്സുകാർക്കൊക്കെ വളരെയധികം ഈ ലോട്ടറി എടുച്ചാൽ അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ തന്നെയാണിത്, സമയം തന്നെയാണിത്. അതിന് ഞാൻ പറഞ്ഞ പോലെ ലോട്ടറി എടുക്കാതെ എങ്ങനെ അടിക്കുന്നത്? ഇനി ലോട്ടറി എടുത്തെന്നും പറഞ്ഞ് ഉമ്മ ഇരുന്നാൽ പോരാ. പ്രഭാതത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജപിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും അത് നമുക്ക് ലഭിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യണം. അതങ്ങനെ തുടർച്ചയായിട്ട് കുറേ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രിയ അതീത ശക്തികൾ ഉണരുകയും നമുക്കതിനുള്ള പ്രപഞ്ചശക്തി നമുക്കതിനെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സാധ്യതകളും സൂചനകളുമാണ് നമ്മളീ പറയുന്നത്. അതിന് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാകും. വ്യാഴം അനുകൂലമാണ്. ആദിത്യൻ അഷ്ടമത്തിലാണ്. ആദിത്യൻ അഷ്ടമത്തിലായതുകൊണ്ട് രോഗപീഠ, അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ടാക്സുകൾ ഒരുപാട് അടയ്ക്കേണ്ടി വരും. അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണണം. കാരണം ധനം കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണല്ലോ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതിന് സാധ്യതയുണ്ട്. നിയമ വിഷയങ്ങളൊക്കെ വളരെയധികം പാലിക്കേണ്ട സമയമാണ്. വാഹനപ്പിഴ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. അതുകൊണ്ട് കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ എടുത്തിയാടിയുള്ള തീരുമാനങ്ങൾ കാര്യതടസ്സത്തിന് സാധ്യത ഉണ്ടാക്കുന്നുണ്ട്.
ശത്രുക്കളിൽ നിന്ന് നമ്മുടെ ഉയർച്ചയിൽ അസൂയാലുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്നുള്ള ശല്യങ്ങൾ ഉണ്ടാകുന്നു. അതിന് ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്യുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി നടത്തുക, സുബ്രഹ്മണ്യന് ശത്രുസംഹാര പുഷ്പാഞ്ജലികൾ നടത്തുക, ഇതൊക്കെ വളരെയധികം ചെയ്യേണ്ടതാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഫലങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. മാസ അവസാനത്തോടു കൂടി ചില ജീവിത പങ്കാളിയിൽ നിന്നോ നമ്മുടെ പാർട്ട്നേഴ്സിൽ നിന്നോ ചില ദുരനുഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തുലാക്കൂറുകാർക്ക് ഈ മാസം ശുക്രൻ 6-ലും 7-ലും സഞ്ചരിക്കുന്നതിനാൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കലഹങ്ങൾ, മാനഹാനി, അപഖ്യാതി, മനസ്താപം, ധനനഷ്ടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യവിഘ്നവും ശത്രു ഉപദ്രവവും, ചില സ്ത്രീകളാൽ മുഖാന്തരം ചില മോഷണങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. വളരെയധികം സ്ത്രീ വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായ സമയം കൂടെയാണ്. ധനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളും സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വിശാഖത്തിൽ കാൽ, ആനിടം തൃക്കേട്ടയും വൃശ്ചികക്കൂറിൻ്റെ ഫലമാണ് അടുത്തത് പറയുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് ഈ കഴിഞ്ഞ കൊല്ലം വളരെ പൊതുവെ നല്ല സമയമായിരുന്നുവെങ്കിലും ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാകയാൽ കഠിനങ്ങളായ ദുഃഖങ്ങളോ, ചില സ്ഥലത്ത് ബന്ധനപ്പെട്ടു പോവുക, ബന്ധനം ഉണ്ടാകുക, അല്ലെങ്കിൽ മരണഭയം ഉണ്ടാകുക, രോഗവിഷയങ്ങളിൽ ഭയം ഉണ്ടാകുക, ഇതൊക്കെ സാധ്യതയുണ്ട്. 5-ലെ ശനി സന്താന വിഷയത്തിൽ ചില മനപ്രയാസങ്ങളോ, അല്ലെങ്കിൽ സന്താനങ്ങൾ ദൂരയാത്ര പോവുക, അല്ലെങ്കിൽ സന്താനങ്ങളെ വിട്ട് താമസിക്കുക, നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയാകുകയും പെട്ടെന്ന് കാര്യങ്ങൾ കാണുകയും തൊഴിൽ രംഗത്തും മറ്റും കലഹിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ധനവിഷയവുമായി സംബന്ധിച്ച് കലഹിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആസ്തി സംബന്ധമായ ചില ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ്. പ്രേമകാര്യങ്ങളിൽ ഒരു ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രേമകാര്യങ്ങളിൽ നമ്മുടെ പ്രേമിക്കുന്നവർ നമ്മളെ വിട്ടുപോകാനൊക്കെയുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഉദ്യോഗ സംബന്ധമായിട്ട് ജീവിത പങ്കാളിയെ പിരിഞ്ഞ് താമസിക്കാനുള്ള സാധ്യതയുണ്ട്. യാത്ര ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരിക, ഉദര സംബന്ധമായ ദോഷങ്ങൾ, രോഗങ്ങളുണ്ടാകുക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ധനം ഇടയ്ക്കിടയ്ക്ക് ലഭിക്കാനുമുള്ള സാധ്യതകൾ ഉള്ള സമയമാണ്. ഈ ദോഷഫലങ്ങൾ മാറുന്നതിന് വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ ഭജിക്കുക, സഹസ്രനാമ അർച്ചനകൾ ചെയ്യുക, അതുപോലെ ശിവക്ഷേത്രത്തിലെ കൂവളത്തുമാല പായസം, ധാര, ഇത് ചെയ്യുക. ഞായറാഴ്ച പൊങ്കാല ഇടുക, ഇതൊക്കെ പൊതുവെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ഉള്ള വിജയത്തിന് വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലികൾ നടത്തുന്നത് വളരെ നല്ലതാണ്. അപവാദം വരാതെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടെയാണ് ഇത്. ഭൂമി സംബന്ധമായ ചില ഇടപാടുകളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭൂമി വിൽക്കാൻ വിചാരിക്കുന്നവർക്ക് അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമയമാണ്. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഏഴിൽ വ്യാഴം സഞ്ചരിക്കുന്നു. കണ്ടകശനി കാലമാണ്. ആദിത്യൻ 6-ൽ സഞ്ചരിക്കുന്നു. ശുക്രൻ അഷ്ടമത്തിലും 9-ലും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്നു. കേതു 10-ൽ സഞ്ചരിക്കുന്നു.
രാഹു 3-ൽ സഞ്ചരിക്കുന്നു. ശുക്രൻ 4-ലും 5-ലും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. വിവാഹ തടസ്സങ്ങൾ ഉള്ളവർക്ക് വിവാഹം നടക്കാനുള്ള ഒരു സമയമാണ്. കാര്യതടസ്സങ്ങൾ കുറേ കാലമായിട്ട് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ധനലാഭം, പുതിയ സ്ഥാനലാഭം, പുതിയ വീട് ഉണ്ടാക്കി കയറി താമസിക്കാനുള്ള സാധ്യത, വഴി കിട്ടുന്നില്ല എന്ന് വിഷമിച്ചിരുന്നവർക്ക് വഴിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധ്യതയുള്ള സമയമാണ്. എന്നാൽ ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വജനങ്ങളുമായിട്ട് കലഹത്തിലേർപ്പെടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കേസ് വഴക്കുകൾ കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ കേസുകൾക്ക് സാധ്യതയുണ്ട്. ഭാഗപത്രപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്ന സമയമായിരിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യയിൽ നിന്നുള്ള പ്രോപ്പർട്ടി ലാഭം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നും ചില ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണത്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓർക്കാപ്പുറത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും നമുക്ക് പണി തരാൻ സാധ്യതയുള്ള സമയമാണ്. അതപ്പോൾ ഒരു വിജിലൻ്റായിട്ടിരിക്കുന്നത് നന്നായിരിക്കും. തർക്കങ്ങൾ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്ന ഇപ്പോൾ ഒരു പ്രവണതയായിട്ടുണ്ട്. നീരാഞ്ജനം എന്നാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്. നീലാഞ്ജനം എന്നൊന്നുമല്ല, നീരാജനം എന്നാണ് അതിൻ്റെ വാക്ക്. അപ്പോൾ എള്ളുകിഴി കെട്ടുക, എള്ളുകിഴി കണ്ട് കത്തിക്കുക, ഇതൊക്കെ പിന്നീട് ആരൊക്കെയോ ഉണ്ടാക്കിയ ഇന്ന് സാർവത്രികമായി പോയിട്ടുള്ള ചില വഴിപാടുകളാണ്. എന്തായാലും ശാസ്താക്ഷേത്രത്തിൽ കറുത്ത പട്ട്, എള്ളു പായസം, എണ്ണ കത്തിക്കാൻ കൊടുക്കുക, ശംഖുപുഷ്പം കൊണ്ടുള്ള അർച്ചന, അല്ലെങ്കിൽ ഭൂമിദാനം ചെയ്യുക, അല്ലെങ്കിൽ ഭൂമിദാനം അല്ലെങ്കിൽ അന്നദാനം. നീജാനാം അന്നദാനം സ്യാൽ ഭൂദാനം ചാർത്തി ശാന്തയെ മന്ദേ മന്ദഗൃഹസ്ഥേവ വിഗഹേ അനിഷ്ട സംസ്ഥതേ എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭൂമി ദാനം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചന്ദനമുട്ടി ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതിൻ്റെ പറഞ്ഞപ്പെട്ടിട്ടുള്ള ഔഷധങ്ങളിൽ കുളിക്കുന്നത് നല്ലതാണ്. അതൊക്കെ പേഴ്സണലായിട്ട് ജാതകത്തിലെ വിഷയം കൂടെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. എങ്കിലും പൊതുവേ പഞ്ചാക്ഷര ജപം വളരെയധികം നല്ലതാണ്. പഞ്ചാക്ഷരം ജപിക്കുമ്പോൾ നമഃശിവായ മാത്രം ജപിച്ചാൽ മതി. പ്രണവദീക്ഷ ലഭിക്കാത്തവർ നമഃശിവായ മാത്രം ജപിച്ചാലാണ് പഞ്ചാക്ഷരം എന്ന് പറയുന്നത്. അത് ശനിദോഷത്തിന് ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, ശാസ്താവിന് വഴിപാട് കഴിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക, ഇതൊക്കെ ശനിദോഷത്തെ ഒഴിവാക്കാൻ നല്ലതാണ്. ഇതെല്ലാം തൊഴിൽ തടസ്സത്തെയൊക്കെ മാറ്റുന്നതാണ്. പിന്നെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കേതുവിന് നമ്മുടെ ഭാഗ്യത്തെ തടസ്സം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ട് ചാമുണ്ഡി ക്ഷേത്രത്തിലോ അതുപോലുള്ള ഗണപതി ക്ഷേത്രത്തിലുള്ള വഴിപാട്, ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാട്, ശിവഭജനം, ഇതൊക്കെ വളരെയധികം വിശേഷമാണ്. അടുത്ത ഉത്രാടത്തിക്കാല്, തിരുവോണം, അവിട്ടം പകുതി വരെയുള്ള സമയങ്ങളിൽ ജനിച്ചവർക്ക് ആയ മകരക്കൂറുകാർക്ക് ആറിൽ വ്യാഴവും 3-ൽ ശനിയും ഉള്ള സമയമാണ്. 5-ൽ ആദിത്യനാണ്. അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണ്. രാഹു 2-ൽ സഞ്ചരിക്കുന്നു. ഈ സമയത്ത് സ്ഥാനാർത്ഥ പ്രത്യാധികം എന്നാണ് ശനിയുടെ ഫലം. അതുകൊണ്ട് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്, ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ താഴെ ഒരുപാട്
ജോലിക്കാരെ വരെ വെച്ച് നമ്മൾ അതായത് നമുക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് താഴെ നമ്മൾ പറയുന്നത് കേൾക്കാൻ അജ്ഞാനവർത്തികളായിട്ട് ആൾക്കാരെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതിനെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് അത് ഈ 2.5 കൊല്ലമാണ്. അതിൽ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനങ്ങളുള്ള സമയങ്ങളുണ്ട്, ഗോചരവേദസ്ഥാനത്തുള്ള ഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ പേഴ്സണലായിട്ട് അവരവർ ഒരു ജ്യോതിശാസ്ത്ര വിദഗ്ധനെ കൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ അത് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന സമയമാണ് ഇത്. അതുപോലെ വാദസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ട സമയമാണ്. എന്നാൽ അധികാര സ്ഥാനത്ത് നിന്നും രാജാവ് അഥവാ സർക്കാരിൽ നിന്നൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനസികമായ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാനുള്ള ഭക്തി ഇല്ലാതെ വരിക, ഒരു ക്ഷേത്ര വിഷയങ്ങളിൽ വിമുഖത ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ധനനഷ്ടത്തെയും മനോമാന്ദ്യത്തെയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. വ്യാഴം മോശമാകുമ്പോൾ നമുക്ക് ദൈവികമായ വിഷയങ്ങൾ താല്പര്യം കുറയുമ്പം അത് പക്ഷേ ദോഷത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഭഗവാനെ വിഷ്ണു ഭജനം ചെയ്യേണ്ടതാണ്. കേതുവിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി കൊണ്ട് നമ്മൾ മരണഭയം ഉണ്ടാകുക, രോഗങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് കാണാൻ തോന്നുക, എന്നിട്ടായിരിക്കും അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നിസ്സാരമായിട്ട് കാണരുത്. ശത്രുക്കളിൽ ഈ രക്തസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുക, ശത്രുക്കളിൽ നിന്നുള്ള പീഡകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ള സമയമാണ്. അഗ്നിയിൽ നിന്ന്, കരടിൽ നിന്ന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. അതുപോലെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നത് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അതിൻ്റെ ഹെൽമെറ്റ് വെക്കാൻ മടി കാണിക്കുക, ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കുക, ഇതൊന്നും പാടില്ല. വളരെയധികം സത്യവാപൂർവം നീങ്ങേണ്ട സമയം കൂടെയാണ്. അടുത്തത് അവിട്ടത്തിൽ പകുതി ഭാഗവും ചതയം പൂട്ടാതി മുക്കാലും അടങ്ങിയ കുംഭക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വ്യാഴം 5-ലും ആദിത്യൻ 4-ലും ശനി 2-ലും രാഹു ജന്മത്തിലും കേതു 7-ലും ചൊവ്വ 6-ലും 7-ലുമായിട്ടും ബുധൻ 3-ലും 4-ലും 5-ലും ശുക്രൻ 2-ലും 3-ലുമായിട്ടും സഞ്ചരിക്കുന്നതാണ് ഈ ഇടവമാസം. ഈ സമയത്ത് സൂര്യൻ 4-ൽ സഞ്ചരിക്കുന്നതിനാൽ സ്ത്രീകളുമായിട്ട് ചില വിരോധനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്ന് ചില അനുകൂലമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. വ്യാഴം 5-ൽ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകുക, അല്ലെങ്കിൽ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതുപോലെ രോഗദുരിതങ്ങൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ശത്രുക്കളെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനും അകന്ന് താമസിക്കാനുമുള്ള സാധ്യതകളും കലഹത്തിനുമുള്ള സാധ്യതകളുണ്ട്. ജീവിത പങ്കാളിയുടെ രോഗം വിഷയമായിട്ട് ചില ഡിസ്റ്റർബൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് അലർജി, അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ, അല്ലെങ്കിൽ അങ്ങനെ വിഷസംബന്ധമായിട്ടോ കറണ്ട് സംബന്ധമായിട്ടോ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ, ഫുഡ് പോയ്സണൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർപ്പഭയം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതിന് മണ്ണാറശാല, പാമ്പമ്മേക്കാട്, വെട്ടിക്കോട് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശിവഭജനം വളരെ നല്ലതാണ്. സ്കിൻ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഞ്ചാരക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ, കോടതിയുടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിലും കേസ് വരാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതിനൊക്കെ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ട സമയമാണ്. മോഷണം പോകാൻ സാധ്യതയുള്ള സമയം കൂടെയാണ്. അതുകൊണ്ട് വളരെ CCTV കേടായിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നന്നാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയുള്ള മോഷണപരമായ സാധനങ്ങൾ കളഞ്ഞു പോവുക, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ കളഞ്ഞു പോയാൽ കിട്ടാൻ കരിങ്കുട്ടിച്ചാത്തന് വേണ്ട ചില ക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ലഭിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പരദേവതയായ കരിങ്കുട്ടിച്ചാത്തന് 51 പൂവമ്പഴം നേരുമ്പോൾ സാധനം കിട്ടുന്ന അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ കലഹങ്ങൾ ഒത്തുതീർപ്പാക്കാനും വിജയം ലഭിക്കാനും സാധ്യതയുണ്ട്. അതിന് ആറ്റുകാലമ്മയ്ക്ക് ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ്. അടുത്തതായി പൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതിയും ചേർന്ന മീനക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മീനക്കൂറുകാർക്ക് 4-ൽ വ്യാഴവും 3-ൽ ആദിത്യനും ജന്മത്തിൽ ശനിയും, 7ര ശനിയിലെ ജന്മത്തിൽ ശനിയും, 6-ൽ കേതുവും, ജന്മത്തിൽ 2-ലുമായിട്ട് ശുക്രനും, 2-ലും 3-ലും 4-ലുമായിട്ട് ബുധനും, 12-ൽ രാഹുവും സഞ്ചരിക്കുന്ന സമയമാണ്. ഇവിടെ 3-ലെ ആദിത്യന് സ്ഥാനഗുണം നൽകുന്നതാണ്. ധനലാഭം ഉണ്ടാകുകയും ആരോഗ്യത്തിന് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കഫരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിക്കുന്നതാണ്. അതുപോലെ ശത്രുക്കളെ കൊണ്ട് ആദ്യ പകുതിയിൽ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും, സഹോദരങ്ങളിൽ നിന്നൊക്കെ മനപ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരു പകുതി കഴിയുമ്പോഴേക്കും അനുകൂലമായ സമയം ഉണ്ടാകുന്നതാണ്. പ്രണയ കാര്യങ്ങളിൽ ചില അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രണയപരമായ അല്ലെങ്കിൽ വിവാഹ കാര്യത്തിൽ തീരുമാനം ആകാതിരിക്കുന്നവർക്ക് അത് പെണ്ണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ എൻഗേജ്മെൻ്റൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ്. പുതിയ കട്ടിലെ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. സർക്കാരിൽ നിന്ന് ചില ബഹുമതികളൊക്കെ കിട്ടാൻ സാധ്യത കാണുന്നു. വാഹനത്തിൽ നിന്ന് ചില വീഴ്ച അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ECG ചെറിയ വേരിയേഷൻ, വായു സംബന്ധമായ വേദനയാണെന്ന് കരുതി നിസ്സാരമായിട്ട് വിചാരിക്കാതെ വേണ്ട ടെസ്റ്റുകളൊക്കെ എടുക്കേണ്ട സമയമാണ്. എന്നാലും അനുകൂലമായ ഗൃഹസംബന്ധമായ ചില കാര്യങ്ങളിൽ അനുകൂലമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ 12 ഭാവങ്ങളുടെ ചാരഫലങ്ങൾ ഈ മാസത്തെ പറഞ്ഞ് നമ്മൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.